എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, മലയാള സിനിമ യൂത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഈ ഒരു തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ചിലരൊക്കെ ഇങ്ങനെ ചില ആരോപണങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ചിലപ്പം എല്ലാ മേഖലകളും ഒരു മത്സരമാണല്ലോ, ഒരു കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും കൊളീഗ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ, ഹെൽത്തി കോമ്പറ്റീഷൻ. അപ്പം അതുപോലെ ഫിലിം ഇൻഡസ്ട്രിക്കുള്ളിലുള്ളവർ പറയുന്നത് ഒരു സിനിമ ഹിറ്റായതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു അസൂയ കൊണ്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ മൊത്തത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചില സിനിമകളൊക്കെ യൂത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ വളരെ അർത്ഥവത്തായ ഒന്നാണ്. കാര്യം മറ്റൊന്നുമല്ല, ഈ അടുത്തിടെ കേരളം കണ്ട് നടുങ്ങി നിന്ന പല കൊലപാതകങ്ങളും, സത്യം പറഞ്ഞാലേ ചില കൊലപാതകങ്ങളൊക്കെ ഇങ്ങനെ വാർത്തയിലൂടെ കണ്ടതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾ വിറങ്ങലിച്ച് നമ്മൾ എന്തൊക്കെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ച്, അതായത് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആലോചിക്കും, എങ്ങനെ സാധിക്കും, അങ്ങനെ ആയിരിക്കും ചെയ്തത് എന്നുള്ള കാര്യം നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഞെട്ടലുണ്ട്. അപ്പൊ ഈ അടുത്തിടെ നാടടക്കം വിറങ്ങലിച്ച് നിന്ന ഒരുപാട് കൊലപാതക പരമ്പരകൾ നമ്മൾ കണ്ടു അല്ലെ. അതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിന്നിരുന്നത് യൂത്ത് ആണ്, അതായത് ടീനേജേഴ്സ് ആണ്. സാധാരണക്കാരന്റെ മനസ്സിൽ പോലും തോന്നാത്ത രീതിയിൽ, അതൊന്നും ഉൾക്കൊള്ളാൻ പോലും ആകാത്ത രീതിയിൽ, ഭയങ്കരമായ ക്രൂരമായ രീതിയിൽ മനുഷ്യരെ, അതായത് ഒരു സീരീസ് പോലെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. റിപ്പർ മോഡൽ കൊലപാതകം എന്നൊക്കെ പറയുന്നത് പോലെ, അതും ചെറിയ പിള്ളേരാണ്, ടീനേജേഴ്സ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് മലയാള സിനിമയെ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അടുത്തിടെ ഇറങ്ങിയ ചില സിനിമകളിലൊക്കെ അതിഭയങ്കരമായ രീതിയിലുള്ള വയലൻസ് ആണ് എന്ന് പറഞ്ഞാൽ ആ സിനിമയെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇത് യൂത്തിനെ, കുട്ടികളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, എസ്പെഷ്യലി ടീനേജേഴ്സിനെ. ഈ ടീനേജ് എന്ന് പറയുന്ന ഒരു പ്രായമുണ്ടല്ലോ, അത് ഇച്ചിരി കുഴപ്പം പിടിച്ചൊരു പ്രായമാണ്. എന്ത് കണ്ടാലും അതങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ അങ്ങോട്ട് ചെയ്യുക, അതുപോലെ ഞങ്ങൾക്കാകണം, അല്ലെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും എന്നുള്ള, അതായത് ടീനേജ് എന്ന് പറയുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല വികാരങ്ങളൊക്കെ ഉള്ള പ്രായമാണല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് റിയലിസ്റ്റിക് ആക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളാണ്. ശ്രമം എത്രമാത്രം സക്സസ്ഫുൾ ആവില്ല, അപ്പം ശ്രമം പരാജയകരമാകുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്ന യൗവനമൊക്കെ കഴിയുമ്പോഴായിരിക്കും. എനിവേയ്സ്, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹമുള്ളൊരു പ്രായമാണ്. തന്റെ കണ്ണിൻ മുന്നിൽ ഇമ്പമായി കാണുന്നത് എന്തോ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രായമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള സിനിമകൾ, ഈ അടുത്തിടെ ഇറങ്ങിയ സിനിമകളൊക്കെ വയലൻസ് ഉള്ളതാണ്. അപ്പം അതിലെ ഹീറോ ആവുക, ഇപ്പം എന്റെയൊക്കെ ടീനേജിലാണെങ്കിലേ എന്തെങ്കിലും പാട്ടൊക്കെ കാണുവാണെങ്കിൽ അതിലെ നായികയാണെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. പാട്ട് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നത്, നമ്മൾ കുറ്റം പറയുന്ന കാര്യമില്ല, നമ്മുടെ പ്രായമാണ്. പക്ഷെ ഇപ്പൊ നമ്മളൊരു പാട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരു സോങ് സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലെ നായികയാണെന്ന് വിചാരിക്കുമോ? ഇല്ല, നമ്മൾ അവരുടെ ഡ്രസ്സും അവരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പം ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ കണ്ണിന് ഇമ്പമായത് എന്താണോ അത് നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുക, ഉൾക്കൊള്ളിക്കുക, നമുക്ക് അതുപോലെ ആകണം എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു പ്രായമാണ്. എസ്പെഷ്യലി ആൺകുട്ടികൾക്ക് ഒരു ഹീറോയിസം ഒക്കെ കാണിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണിത് അല്ലെ. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഹീറോ ആവുക. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ടീനേജിലാണെങ്കിൽ നായികമാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിലെ നായിക നമ്മളാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പാട്ട് കണ്ട് ലയിച്ചിരിക്കും. അപ്പോൾ ആൺകുട്ടികളും അതിൽ പിന്നിലൊന്നും അല്ല, അവർക്ക് കുറച്ചുകൂടെ ഫാന്റസികളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ എസ്പെഷ്യലി ഇങ്ങനെ ഭയങ്കര ഒരു ഗ്യാങ്സ്റ്റർ പോലെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോൾ അവരതാണെന്ന് അറിയാതെ ചിന്തിച്ചു പോകും. കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുതുക്കന്മാരാണ് ഈ ഗ്യാങ്സ്റ്റർ കളിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ ജീവിതം തല്ലി പൊട്ടിച്ച് മുതുക്കന്മാരാണ് ഗ്യാങ്സ്റ്റർ ഒക്കെ കളിച്ച് നടക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിഞ്ചാക്ക് കൊണ്ട് ഒരു കുഞ്ഞിന്റെ തലയടിച്ച് പൊട്ടിച്ചു, കൂട്ടുകാർ തന്നെ, 10-17 വയസ്സിനുള്ളിൽ പ്രായമുള്ള കൂട്ടുകാർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അവരുടെ, അതായത് ചാറ്റുകൾ പലതും പുറത്തു എത്തി. അതിൽ അവർ സംസാരിക്കുന്ന ഒരു രീതി, സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്കുള്ള തെറ്റായ ചില ധാരണകൾ, അത് ശരിയാണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതിന്റെ ആ മോഡുലേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏതോ സിനിമയിലെ നായകന്മാർ സംസാരിക്കുന്ന പോലെ, അതായത് ഏതോ സിനിമകൾ ഗൂഢതന്ത്രം മെനഞ്ഞ ഒരാളെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് ആ ഒരു കഥ പോകുന്നത് പോലെയാണ് ഈ കുട്ടികൾ, അതായത് ഈ ടീനേജേഴ്സ് ഈ പല കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത്. മരണത്തെ പോലും സിമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ട്, അതായത് ഏതോ സിനിമ ഡയലോഗ്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ സില്ലി ആയിട്ട്, അവന്റെ കണ്ണൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ മനുഷ്യത്വം എവിടെയോ മാറ്റി വെച്ചിട്ട് ഏതോ സിനിമകളിലെ ഹീറോസ് ആണ് ഇവർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില പ്രവൃത്തികൾ പോലെ. നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പ്രതിവിധിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ വയലൻസ് ഒരുപാട് അടങ്ങിയിരിക്കുന്ന സിനിമകൾ കുട്ടികളെ കാണിക്കാതെ ഇരിക്കുക. ഇത് ഇത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം 10-16 വയസ്സുള്ള ആൺകുട്ടികളെ ഇപ്പൊ കണ്ട മനസ്സിലാവോ 16 വയസ്സാണെന്ന്? അവരെ കണ്ട ഒരു 24 വയസ്സെങ്കിലും തോന്നും.
എന്റെ മമ്മിയൊക്കെ പറയാറുണ്ട്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളെ കുറിച്ച് പിന്നെ പണ്ടേ ഒരു സംസാരമുണ്ട്, 14 വയസ്സായപ്പോഴേ അവൾക്ക് 20 വയസ്സിന്റെ വളർച്ചയാണല്ലോ. അതുപോലെ തന്നെയാണ് ആൺകുട്ടികൾക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ മമ്മിയൊക്കെ പറയാറുണ്ട്, പണ്ടൊക്കെ ആമ്പിള്ളേർക്ക് പൊടിമീശ മുളയ്ക്കുന്ന പോലും 10-18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് കൊമ്പമീശ വരെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പൊ ഇവരൊന്നും കണ്ടാൽ മനസ്സിലാവാത്തത് പോലും ഇല്ല പ്രായം കുറവാണ് എന്ന്. അപ്പം ഇവർ ആ ഒരു ബെനിഫിറ്റ്, ഇപ്പം ചില സിനിമകൾ, വയലൻസ് കൂടുതലുള്ള സിനിമകൾ കാണാൻ പോകണമെങ്കിൽ ID പ്രൂഫ് ഒക്കെ കാണിക്കണമെന്ന് നമുക്ക് ആ ഒരു ബുക്കിംഗ് സൈറ്റിൽ അവർ നമുക്ക് തരാറുണ്ട് അല്ലെ, ഒരു ഇൻസ്ട്രക്ഷൻ തരാറുണ്ട്. എത്രമാത്രം അത് തിയേറ്റേഴ്സ് പാലിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തിയേറ്റേഴ്സ് പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല. ജസ്റ്റ് കാണുക, കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. പ്രായം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പ്രായം, അവർക്ക് തോന്നുന്ന പ്രായം പറയാ. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇവർക്ക് അറിയില്ല ഇവർ വലിയ നായകനെ പോലെയാണെന്ന്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രായം പറയുന്നു, അവർ കയറി കാണുന്നു. അപ്പൊ ഏജ് ലിമിറ്റ് എത്രത്തോളം ഈ വയലൻസ് സിനിമകളിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ മാതാപിതാക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ആ ഒരു കാര്യത്തിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് നല്ലതാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാം, എത്രത്തോളം ഇത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും മാക്സിമം കുട്ടികളെ കൺട്രോൾ ചെയ്യുക. ഇപ്പൊ എന്റെയൊക്കെ ഒരു ആ ഒരു ടീനേജ് സമയത്ത്, ആ സമയത്ത് ഈ ഓം ശാന്തി ഓശാന അല്ലല്ലോ, അത് മലയാളമല്ലേ, ഓം ശാന്തി ഓം എന്ന് പറഞ്ഞിട്ട് ഷാറുഖ് ഖാന്റെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പൊ ഷാറുഖ് ഖാന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഡാൻസ് സീക്വൻസിലൊക്കെ പുറകെ നിൽക്കുന്ന ഡാൻസേഴ്സിനൊക്കെ കുറച്ച് തുണിയൊക്കെ മാത്രമേ കാണൂ, ബിക്കിനിയൊക്കെ ആയിരിക്കും മിക്കവാറും ഇടുന്നത്. പക്ഷെ ഈ പാട്ട് കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ നായിക ഞാൻ പറഞ്ഞല്ലോ, നായിക ദീപിക പദുകോൺ ചിലപ്പം ഞാനാണല്ലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കും കാണുന്നത്. പുറകിൽ നിൽക്കുന്നവരെ ചിലപ്പം ശ്രദ്ധിക്കുന്നുണ്ടാവും. എങ്കിലും നമ്മുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞ പാട്ട്, അതിലെ നായകൻ ഇതൊക്കെയാണ്. പക്ഷെ ആ ഒരു പാട്ട് ഞാൻ എപ്പോ എന്റെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാലും എന്റെ ഗ്രാൻഡ് മദറൊക്കെ ഓടി വന്നിട്ട്, നാണമില്ലേ ഇങ്ങനെ തുണിയും ഒന്നുമില്ലാത്ത പാട്ടാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കരമായ രീതിയിൽ ഷൗട്ട് ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ എത്രത്തോളം ഇപ്പൊ പ്രാവർത്തികമാകും എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇപ്പൊ എല്ലാവരും അതൊന്നും വലിയ ഇതായിട്ട് ആർക്കും കാണാൻ പറ്റില്ല. കാരണം ലോകം അങ്ങനെയാ, ലോകം വികസിച്ചുകൊണ്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രത്തോളം ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നറിയത്തില്ല. കുട്ടികളാണ് ഇത് കേൾക്കുന്നതെങ്കിലും നിങ്ങൾ സിനിമകൾ കാണുക. സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണ്. ഇപ്പൊ റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ഇറങ്ങുവാണെങ്കിലും അതിലൊരു 50% ഒക്കെ ഉള്ളൂ യഥാർത്ഥമായിട്ടുള്ള സ്റ്റോറി. അങ്ങനെ തന്നെ സിനിമയാക്കിയാൽ സിനിമ ഹിറ്റ് ആവണം എന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം ബാക്കി 50% എന്ന് പറഞ്ഞത് ഏതോ ഒരു തിരക്കഥാകൃത്തിന്റെ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഒരു ഫാന്റസിയാണ്. അപ്പം അത് നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കാതെ. അപ്പോ സിനിമ, അത് എത്ര നല്ല സിനിമയാണെങ്കിലും ചീത്ത സിനിമയാണെങ്കിലും സിനിമയെ നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണുക. അതിനെ ആരും ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതൊരു എന്റർടൈൻമെന്റാ, കാണുക, മറക്കുക. ചില ഡയലോഗ്സ്, ഫണ്ണി ഡയലോഗ്സ് ഒക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും അല്ലെ. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഒരു സിനിമകളും ഏതൊക്കെയോ സീക്വൻസസ്, ഒരു സിനിമയിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗങ്ങൾ ഇത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നിയാലും ഒരു സിനിമ കംപ്ലീറ്റ്ലി നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതുപോലെ ചെയ്യണം, അതുപോലെയാണ് ഞാൻ എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സിനിമ യൂത്തിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, യൂത്തിനെ നല്ല രീതിയിൽ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളാണ് നമ്മളൊക്കെ വിറങ്ങലിച്ച് നിന്ന ഈ 2-3 മാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കൊലപാതക ക്രമങ്ങൾ. അതിലൊക്കെയും അക്യൂസിന്റെ, പ്രതികളുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ചെറിയ കുട്ടികളാണ്. ഒരു നിമിഷ നേരത്തെ ഒന്നും പറയാൻ പറ്റില്ല. ചിലതൊക്കെ ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ട് 1-2 മാസമൊക്കെ ആലോചിച്ചിട്ടാണ്. എങ്കിൽ പോലും അതിലൊക്കെ എവിടെയോ ഒരു സിനിമയുടെ എന്തോ ഒരു സീക്വൻസ് നമുക്ക് ഇങ്ങനെ സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില സിനിമകളിലൊക്കെ കണ്ടുപോയതാണല്ലോ, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഡയലോഗ് പോലെയാണല്ലോ ഇവന്മാരൊക്കെ ഇരുന്ന് പറയുന്നത്. നിയമത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ. കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകത്തിൽ നെഞ്ചാക്ക് വെച്ച് അടിച്ചു കൊന്ന ആ ഒരു പ്രതികൾ പരസ്പരം സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ, ഇത് ആരാണ് ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് തോന്നും. അതായത് കൂട്ടമായി ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ടാൽ നമുക്ക് ശിക്ഷയൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മുടെ എക്സാം വരികയാണല്ലോ, അതൊരു പരിരക്ഷയായിരിക്കും. ശരിക്കും ആ പ്രതികളെ കൊണ്ടുപോയി ഇപ്പൊ എക്സാം എഴുതിക്കുന്നത് തന്നെ ഇവന്മാരെന്താണോ ചിന്തിച്ച് വെച്ചിരുന്നത് ആ രീതിയിൽ അവർക്കൊരു പരിരക്ഷ കൊടുക്കുന്നതിന് തുല്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇപ്പൊ ജുവനൈൽ ഹോമിലിട്ട് ഒരു 18 വയസ്സാകുമ്പോഴത്തേക്കും പുറത്തിറക്കി വിടാനാണ് പ്ലാനെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനൽസിനെ നിങ്ങൾ വാർത്തെടുത്തിട്ട് പുറത്തു വിടുന്നു എന്നേ പറയാനുള്ളൂ. തക്കതായ ശിക്ഷ കൊടുക്കുക. കാരണം ആ കുഞ്ഞ് അനുഭവിച്ച വേദന, അതിന്റെ വീട്ടുകാർ ഇനി അവരുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട യാതനകൾ. കാരണം എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും പറ്റുന്നതാണോ? ആദ്യത്തെ കുഞ്ഞിനെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തി കൊന്നുകളഞ്ഞു. അപ്പം അവൻ ഏതോ ഒരു വീടിന്റെ പടിയുടെ വാതിക്കൽ പോയി കിടക്കുകയായിരുന്നു അത്രേ. അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അത് അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അപ്പം ക്രിമിനൽസിന് തക്കതായ ശിക്ഷ കൊടുക്കട്ടെ. അത് സൊസൈറ്റിക്ക് ഒരു പാഠമാകുന്ന രീതിയിൽ ഒരു ശിക്ഷ നടപടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സിനിമകൾ നല്ല രീതിയിൽ യൂത്തിനെ സ്വാധീനിക്കുന്നുണ്ട്, അത് 100% ഉറപ്പാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് സോ മച്ച്.